അബുൽ ബഷർ. അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ പിതാവ്. മനുഷ്യന്മാരെല്ലാരും അതാരായിക്കാരം? അതാരായിരിക്കും? മനുഷ്യന്മാരെല്ലാരും ഇപ്പൊ ആരായിരിക്കും? ആദ്യത്തെ മനുഷ്യന് അതാരാ? ആദം നബി അല്ലെ? ആദം നബിയാണ് നമ്മളൊക്കെ ആദ്യത്തെ മനുഷ്യനാരാ? ആദം നബി. ആദം നബിന്റെ മക്കളാണ് നമ്മളെല്ലാരും. ആദം നബിന്റെ മക്കളാണ് നമ്മളെല്ലാരും. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അള്ളാഹു താല മലക്കുകളോട് പറഞ്ഞു. അള്ളാഹു താല മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത്? ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അതിനെ ഭൂമിയിൽ ആരുമില്ല, മനുഷ്യന്മാരൊന്നുമില്ല. മനുഷ്യന്മാരെ പടക്കണതിന് മുമ്പ് പിന്നെ ആരൊക്കെ ഉള്ളതെന്ന്? മലക്കാളൊക്കെ ഉള്ളത്. മലക്കാളോട് പറഞ്ഞു എന്ത്? ഞാൻ ഭൂമിയിൽ പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അപ്പൊ മൽക്കാൾ എന്താ ചോദിച്ചറിയോ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? അല്ലെ? മനുഷ്യന്മാരെ വെറുതെ ഉണ്ടാക്കണ ഓലിവിടെ ഭൂമിയില് പരസ്പരം തല്ലുകൂടി രക്തം ചിന്തുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യൂല. എന്തിനാ ഓല ഉണ്ടാക്കണത്? എന്തിനാ ഓല നിശ്ചയിക്കണത് ചോദിച്ചു. അള്ളാഹു താല അപ്പൊ പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാമെന്ന് മലക്കളോട് പറഞ്ഞു. അങ്ങനെ അള്ളാഹു താല കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്നാണ് ആരുണ്ടാക്കിയത്? ആദം നബിയെ സൃഷ്ടിച്ചത്. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും, ഇപ്പൊ ഉള്ളതും അന്നുള്ളതും ഇനി വരാൻ പോകുന്നതുമായ എല്ലാ വസ്തുക്കളുടെയും പേര് ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. മലക്കുകൾ അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? പറഞ്ഞു, ഇവയുടെ പേരുകള് പറഞ്ഞു തരൂ. അപ്പൊ മലക്കുകൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല. മലക്ക് ആദം നബിക്കാണ് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് എന്ത് പറഞ്ഞു? ഓല മുന്നിൽ ഈ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പേര് പറഞ്ഞു തരീന്ന് പറഞ്ഞു. അപ്പൊ ഓല് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞു, ഈ പേരുകൾ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലെ? അപ്പൊ മലക്കുകളെ ഉസ്താദായി ആര്? ആദം നബി. അല്ലെ? മലക്കുകൾ മുമ്പേ ഉണ്ട്, പക്ഷെ ആദം നബി ഇപ്പൊ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളൂ. ആ മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആദം നബിക്ക് എന്ത് ചെയ്തു? എല്ലാ വസ്തുക്കളെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾക്കൊന്നും അറിയില്ല, അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ആദം നബിയോട് പറഞ്ഞു എന്ത് ചെയ്യും? മലക്കുകൾക്ക് ആ പേരുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. ആദം നബി എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. അപ്പൊ എല്ലാ പേരുകളും ആദം നബി ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് എന്ത് പറഞ്ഞു? ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു. അല്ലെ? കാരണം എന്താ? ആദം നബി ഒരു ഉസ്താദായില്ലേ? അല്ലെ? അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ല. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആദം നബി എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു മലക്കുകളോട്. അപ്പൊ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പോ ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അല്ലെ? അവൻ അഹങ്കരിച്ചു, സുജൂദ് ചെയ്തില്ല. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അല്ലെ? മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് പഠിച്ച ഞാൻ സുജൂദ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആര്? ഇബ്ലീസ്. ആരോടെ പറയണ്ടേ? ആരോടെ പറയണ്ടേ? അള്ളാഹിനോടെ പറയണ്ടേ? അല്ലേ? അഹങ്കാരിയായ അല്ലാഹു തആല അവനെ ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതിനെ സ്വർഗത്തിലിരുന്ന് ആര്? ഇബ്ലീസ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പറഞ്ഞതോടുകൂടി ഓനെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു തആല എന്ത് ചെയ്തു? പുറത്താക്കി.
ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിലാക്കി. ഇണയായി ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. അല്ലെ, ആദം നബിക്ക് ഇണയായിട്ട്, അല്ലെ, ആദം നബി ഒറ്റയ്ക്ക് ഒരു മനുഷ്യനല്ലേ ഉള്ളൂ. അപ്പൊ കൂടെ ആരും സൃഷ്ടിച്ചു? ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചു. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. സന്തോഷത്തോടെ എന്ത് ചെയ്തു? സ്വർഗത്തില് വസിച്ചു. സ്വർഗത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോകും. ആരെ കുറിച്ച് പറയണ്ടേ? ആദം നബിയും ഹവ്വാ ബീവിയും, അല്ലെ, സ്വർഗത്തില് സന്തോഷത്തോടെ. അവിടെ കഥ പറയുമ്പോഴും കളിക്കണല്ലോ. സ്വർഗത്തിൽ എന്ത് ചെയ്തു? സന്തോഷത്തോടെ വസിച്ചു. പിന്നീട് അല്ലാഹു തആല അവരെ ഭൂമിയിൽ ഇറക്കി. അവർക്ക് സന്താനങ്ങൾ ഉണ്ടായി. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. അപ്പൊ നമ്മളൊക്കെ ആദം നബിന്റെ മക്കളാണ്, അല്ലെ. ആദ്യമായിട്ട് ആദം നബിനെ അല്ലാഹു തആല പഠിച്ചു. പിന്നെ കൂടെ ആരെ പഠിച്ചു? ഹവ്വാ ബീവിയെയും പഠിച്ചു, അല്ലെ. ആദം നബിനെ എന്തിനാ പഠിച്ചത്? കളിമണ്ണിൽ നിന്നാണ് പഠിച്ചത്, അല്ലെ. അങ്ങനെ ഹവ്വാ ബീവിയെയും പഠിച്ചു. അവർക്ക് മക്കളുണ്ടായി. ആ മക്കളായി. അങ്ങനെ ലോകത്ത് ഭൂമിയിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ടായി. ആ മനുഷ്യന്മാരിൽ പെട്ടതാണ് ആര്? നമ്മളൊക്കെ. നമ്മളെ ഉമ്മിപ്പി ആരാണ്? അപ്പോ ആദ്യത്തെ ഉമ്മിപ്പി ആരാ? ഹവ്വാ ബീവിയും ആദം നബിയുമാണ്. അവരുടെ മക്കളാണ് മനുഷ്യരായ നമ്മളെല്ലാം. അബുൽ ബശരി ആദം, മനുഷ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം.